ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന ഹിന്ദി ദിന പ്രശ്നോത്തരിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഉണ്ണീസ് വിജയപാത പ്രസ്തുത് കർത്താ ഹെ ഹിന്ദി ദിവസ് പ്രശ്നോത്തരി. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഹിന്ദി ദിന പ്രശ്നോത്തരി മലയാളത്തിലും ഹിന്ദി ദിവസ് പ്രശ്നോത്തരി ഹിന്ദിയിലും മലയാളത്തിലും ഹിന്ദിയിലും ഒരേ സമയം ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി ഹിന്ദി ദിവസ് പ്രശ്നോത്തരി. ഹിന്ദി ദിന പ്രശ്നോത്തരി. ചോദ്യം 1. ഹിന്ദി ദിനമായി ആചരിക്കുന്നത് എന്ന്? ഹിന്ദി ദിവസ് കബ് മനായ ജാത്താ ഹെ? സെപ്റ്റംബർ 14, 14 സിതംബർ. ചോദ്യം 2. ഹിന്ദിയുടെ ലിപി ഏതാണ്? ഹിന്ദി കി ലിപി കോൺസി ഹെ? ദേവനാഗരി ലിപി. ദേവനാഗരി ലിപി. ചോദ്യം 3. ദേവനാഗരി ലിപി ഏതു ലിപിയിൽ നിന്നും വികാസം പ്രാപിച്ചതാണ്? ദേവനാഗരി ലിപി കാ വികാസ് കിസ് ലിപി സെ ഹുവാ? ബ്രാഹ്മി ലിപി. ബ്രാഹ്മി ലിപി. ചോദ്യം 4. ഭാരതത്തിൻ്റെ ഭരണഘടനയിൽ യൂണിയൻ്റെ ഔദ്യോഗിക ഭാഷ എന്ന അംഗീകാരം ഹിന്ദിക്ക് ലഭിച്ചതെന്ന്? हिंदी को भारतीय संविधान में संघ की राजभाषा के रूप में मान्यता कब मिली? 1949 സെപ്റ്റംബർ 14, 14 സിതംബർ 1949. ചോദ്യം 5. 1955 ആദ്യ ഔദ്യോഗിക ഭാഷാ കമ്മീഷൻ പ്രസിഡന്റ് ആര്? प्रथम राजभाषा आयोग 1955 ईस्वी के अध्यक्ष कौन थे? BG ഖേർ. BG ഖേർ. ചോദ്യം 6. ഭാരതത്തിൻ്റെ ഭരണഘടനയിൽ ഹിന്ദി ഭാഷയുടെ ഭരണഘടനാ പദവിയെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏത്? ഭാരതീയ സംവിധാൻ में हिंदी के संवैधानिक स्थिति के बारे में किस अनुच्छेद में बताया? ആർട്ടിക്കിൾ 343 മുതൽ 351 വരെ. അനുച്ഛേദ് 343 से 351 तक. ചോദ്യം 7. ഭാരതത്തിൻ്റെ ഭരണഘടനയിൽ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഹിന്ദിക്ക് ഔദ്യോഗിക ഭാഷാ പദവി നൽകിയത്? ഭാരതീയ സംവിധാൻ के किस अनुच्छेद के अनुसार हिंदी भारत की राजभाषा है? ആർട്ടിക്കിൾ 343, അനുച്ഛേദ് 343. ചോദ്യം 8. ദേശീയ ഹിന്ദി മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? രാഷ്ട്രീയ ഹിന്ദി സംഗ്രഹാലയ് കഹാം സ്ഥിത് ഹെ? ആഗ്ര. ആഗ്ര. ചോദ്യം 9. ഹിന്ദി എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നുള്ളതാണ്? ഹിന്ദി ശബ്ദ് കിസ് ഭാഷ കാ ഹെ? പേർഷ്യൻ ഭാഷ. ഫാർസി ഭാഷ. ചോദ്യം 10. കേന്ദ്രീയ ഹിന്ദി സമിതിയുടെ പ്രസിഡന്റ് ആവുന്നത് ആരാണ്? കേന്ദ്രീയ ഹിന്ദി സമിതി കെ അധ്യക്ഷ കൗൻ ഹോത്തെ ഹെ? പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി. ചോദ്യം 11. ഔദ്യോഗിക ഭാഷാ ആക്ട് എപ്പോഴാണ് പാസ്സാക്കിയത്? രാജഭാഷ അധിനിയം കബ് പാരിത് ഹുവാ? 1963, 1963 में. ചോദ്യം 12. സെപ്റ്റംബർ 14 ഹിന്ദി ദിനമായി ആചരിക്കാൻ തുടങ്ങിയ വർഷം? 14 सितंबर को हिंदी दिवस मनाने का प्रारंभ किस वर्ष से हुआ? 1953, 1953. ചോദ്യം 13. ഹിന്ദി ഭാഷയ്ക്ക് എത്ര ഭാഷാവക ഭേദങ്ങളുണ്ട്? ഹിന്ദി ഭാഷ में कितने बोलियां हैं? 18, 18. ചോദ്യം 14. ഹിന്ദി എഴുതുന്നതിന് ഏതു ഭാഷാ വകഭേദത്തെയാണ് അടിസ്ഥാനമാക്കിയിരിക്കുന്നത്? ഹിന്ദി ലിഖനെ കെ ലിയെ കിസ് ബോലി കോ ആധാർ ബനായ ഗയാ? ഖടി ബോലി. ഖടി ബോലി. ചോദ്യം 15. ഏറ്റവും ആദ്യം ഹിന്ദി സാഹിത്യ ചരിത്രം എഴുതിയ പണ്ഡിതൻ ആര്? ഹിന്ദി സാഹിത്യ കാ ഇതിഹാസ് ലിഖനെ വാലെ സർവപ്രഥം വിദ്വാൻ കൗൻ ഹെ? ഗാർസ് ദത്താസി. ഗാർസ് ദത്താസി. ഉണ്ണീസ് വിജയപാത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്കതുകൊണ്ട് ഒട്ടും തന്നെ ഡാറ്റ നഷ്ടപ്പെടുന്നില്ല, നിങ്ങളുടെ പണവും നഷ്ടമാകുന്നില്ല. ഒപ്പം നിങ്ങൾക്ക് പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ യഥാസമയം ലഭിക്കുകയും ചെയ്യും. ചോദ്യം 16. ഹിന്ദി സാഹിത്യത്തിലെ ആദ്യത്തെ കഥ ഏതാണ്? ഹിന്ദി സാഹിത്യക്ക് പ്രഥം കഹാനി കൗൻ സി ഹെ? ഇന്ദുമതി. ഇന്ദുമതി.
ചോദ്യം 17. ഹിന്ദി സാഹിത്യത്തിലെ ആദ്യ കഥയായ ഇന്ദുമതി ആരുടെ രചനയാണ്? ഹിന്ദി സാഹിത്യ की प्रथम कहानी इंदुमती किसकी रचना है? കിശോരിലാൽ ഗോസ്വാമി. കിശോരിലാൽ ഗോസ്വാമി. ചോദ്യം 18. ഹിന്ദി സാഹിത്യത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ്? ഹിന്ദി സാഹിത്യ का पहला उपन्यास कौन सा है? പരീക്ഷാ ഗുരു. പരീക്ഷാ ഗുരു. ചോദ്യം 19. ഹിന്ദി സാഹിത്യത്തിലെ ആദ്യത്തെ നോവൽ പരീക്ഷാ ഗുരു ആരുടെ രചനയാണ്? ഹിന്ദി സാഹിത്യ का प्रथम उपन्यास പരീക്ഷാ ഗുരു കിസ്കി രചന ഹെ? രാംചന്ദ്ര ശുക്ല. രാംചന്ദ്ര ശുക്ല. ചോദ്യം 20. ഹിന്ദിയിലെ ആദ്യത്തെ സിനിമ ഏതാണ്? ഹിന്ദിക്ക് പഹലി ഫിലിം കौन सी थी? ആലം ആര. ആലം ആര. ചോദ്യം 21. ഹിന്ദിയിലെ ആദ്യത്തെ പ്രതിവാര വർത്തമാന പത്രം ഏതാണ്? ഹിന്ദി का पहला साप्ताहिक समाचार पत्र कौन सा है? ഉദന്ത് മർത്തണ്ഡ്. ഉദന്ത് മാർത്തണ്ഡ്. ചോദ്യം 22. ഹിന്ദിയിലെ ആദ്യത്തെ ദൈനംദിന വർത്തമാന പത്രം ഏതാണ്? ഹിന്ദി का प्रथम दैनिक समाचार पत्र कौन सा है? समाचार सुधावर्षण. समाचार सुधावर्षण. ചോദ്യം 23. 92ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ ഏതൊക്കെ ഭാഷകളെയാണ് 8ാം പട്ടികയിൽ കൂട്ടിച്ചേർത്തത്? 92वें संविधान संशोधन द्वारा कौन सी भाषाओं को 8वीं अनुसूची में शामिल किया गया? डोगरी, मैथिली, बोडो, संथाली. डोगरी, मैथिली, बोडो, संथाली. ചോദ്യം 24. ഭരണഘടനയുടെ 8ാം പട്ടികയിൽ എത്ര ഭാഷകളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? संविधान की 8वीं अनुसूची में कितनी भाषाओं को शामिल किया गया है? 22. 22. ചോദ്യം 25. UNOയിൽ ആദ്യമായി ഹിന്ദിയിൽ പ്രസംഗിച്ച ഭാരതത്തിൻ്റെ വിദേശകാര്യമന്ത്രി ആര്? UNO यानी संयुक्त राष्ट्र संघ में भारत के किस विदेश मंत्री ने पहली बार हिंदी में भाषण दिया? अटल बिहारी वाजपेयी. अटल बिहारी वाजपेयी. ചോദ്യം 26. ഗൂഗിൾ ഏത് വർഷമാണ് ഹിന്ദിയിലുള്ള വോയിസ് സെർച്ച് സൗകര്യം ആരംഭിച്ചത്? गूगल ने किस वर्ष में वॉइस सर्च सुविधा हिंदी में प्रारंभ की थी? 2014. 2014. ചോദ്യം 27. ഹിന്ദിയിലെ പ്രസിദ്ധ നോവൽ ഗോദാൻ ആര് രചിച്ചതാണ്? हिंदी के प्रसिद्ध उपन्यास गोदान की रचना किसने किया है? मुंशी प्रेमचंद. मुंशी प्रेमचंद. ചോദ്യം 28. കാമായനി മഹാകാവ്യം രചിച്ചതാര്? കാമായനി മഹാകാവ്യ की रचना किसने की? ജയശങ്കർ പ്രസാദ്. ജയശങ്കർ പ്രസാദ്. ചോദ്യം 29. ആദ്യത്തെ വിശ്വ ഹിന്ദി ദിന സമ്മേളനം നടന്നത് എന്നാണ്? പഹല വിശ്വ ഹിന്ദി ദിവസ് സമ്മേളൻ കബ് ഹുവാ ഥാ? 1975 जनवरी 10. 10 जनवरी 1975 में. ചോദ്യം 30. ആദ്യത്തെ വിശ്വ ഹിന്ദി ദിന സമ്മേളനം 1975 നടന്നത് എവിടെയാണ്? पहला विश्व हिंदी दिवस सम्मेलन 1975 ईस्वी को कहाँ संपन्न हुआ था? नागपुर. नागपुर में. 19 വിജിപാത ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ? 19 വിജിപാത ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് അതാത് സമയത്ത് പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം 31. ഓരോ വർഷവും ജനുവരി 10 വിശ്വ ഹിന്ദി ദിനമായി ആചരിക്കാൻ ആരംഭിച്ച വർഷം ഏത്? हर साल 10 जनवरी को विश्व हिंदी दिवस के रूप में मनाने का प्रारंभ
किस वर्ष से हुई? 2006 2006 में. ചോദ്യം 32. ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാർ സഭ എന്നാണ് സ്ഥാപിതമായത്? ദക്ഷിൺ ഭാരത് ഹിന്ദി പ്രചാർ സഭ की സ്ഥാപന കബ് हुई? 1918 1918 ईस्वी को. ചോദ്യം 33. ലോക ഹിന്ദി സെക്രട്ടേറിയറ്റ് ആസ്ഥാനം എവിടെയാണ്? വിശ്വ ഹിന്ദി സച്ചിവാലയ് കഹാം സ്ഥിത് ഹെ? മൗറീഷ്യസ് മേ. ചോദ്യം 34. എല്ലാ വർഷവും ഹിന്ദി പക്ഷാചരണം നടത്തുന്നത് എപ്പോഴാണ്? ഹർ സാൽ ഹിന്ദി പഖ്വാഡ കാ ആചരൺ കബ് ഹോത്താ ഹെ? സെപ്റ്റംബർ 1 മുതൽ 15 വരെ. 1 സിതംബർ സെ 15 സിതംബർ തക്. ചോദ്യം 35. ഹിന്ദിയെ രാഷ്ട്രഭാഷ ആക്കുന്നതിനെക്കുറിച്ച് ഗാന്ധിജി പറഞ്ഞത് ഏത് വർഷമാണ്? ഹിന്ദി കോ രാഷ്ട്രഭാഷ ബന്നെ കെ ബാരെ മേം ഗാന്ധിജിനെ കിസ് സാൽ മേം ബോലാ ഥാ? 1918 1918 ईस्वी को. ചോദ്യം 36. രാജ്യത്തെ ഏത് സംസ്ഥാനമാണ് ആദ്യമായി ഹിന്ദിക്ക് ഔദ്യോഗിക ഭാഷാ പദവി നൽകിയത്? ദേശ് കാ പഹല രാജ്യ ജിസ്നെ ഹിന്ദി കോ ആധികാരിക് ഭാഷ കാ പദ് ദിയ? ബിഹാർ. ചോദ്യം 37. ഐക്യരാഷ്ട്ര സംഘടനയിൽ ഹിന്ദിയിലുള്ള ആദ്യത്തെ പ്രസംഗം നടന്നത് ഏതു വർഷമാണ്? സംയുക്ത രാഷ്ട്ര സംഘ് മേം ഹിന്ദി മേം പഹല സംബോധൻ കിസ് സാൽ മേം ദിയാ ഗയാ? 1977 1977 में. ചോദ്യം 38. ഹിന്ദിയിൽ നോവൽ സമ്രാട്ട് എന്ന ബഹുമതി ഏത് സാഹിത്യകാരനാണ് നൽകിയിരിക്കുന്നത്? ഹിന്ദി മേം ഉപന്യാസ് സമ്രാട്ട് की ഉപാധി किस साहित्यकार को दिया है? മുൻഷി പ്രേംചന്ദ് को. ചോദ്യം 39. ഹിന്ദിയിൽ വെബ് വിലാസം ഉണ്ടാക്കാനുള്ള സൗകര്യം ഏത് വർഷമാണ് ആരംഭിച്ചത്? ഹിന്ദി മേ വെബ് അഡ്രസ് ബനാനെ की सुविधा कब शुरू हुई? 2011 2011 ईस्वी में. ചോദ്യം 40. ഗൂഗിൾ അതിൻ്റെ സെർച്ച് എഞ്ചിനിൽ ഹിന്ദിയിൽ വിവരാന്വേഷണത്തിനുള്ള സൗകര്യം എപ്പോഴാണ് ആരംഭിച്ചത്? गूगल ने अपने सर्च इंजन में हिंदी में खोज की सुविधा कब शुरू की? 2009 2009 में. ചോദ്യം 41. ഭാരതത്തിന് പുറമെ വേറെ ഏത് രാജ്യത്താണ് ഹിന്ദിക്ക് ഭരണഭാഷാ പദവിയുള്ളത്? ഭാരത് के अलावा अन्य किस राज्य में हिंदी को राजभाषा पद प्राप्त है? ഫിജി में. ചോദ്യം 42. ഭാരതത്തിന് പുറമെ ലോകത്ത് എത്ര സർവകലാശാലകളിൽ ഹിന്ദി പഠനം നടത്തുന്നുണ്ട്? भारत के अलावा दुनिया के कितने विश्वविद्यालयों में हिंदी पढ़ाई जाती है? 176 176. ചോദ്യം 43. ആദ്യമായി വിദേശത്തും ഷൂട്ടിംഗ് നടത്തിയ ഹിന്ദി സിനിമ ഏത്? पहली बार किस हिंदी फिल्म की शूटिंग विदेश में भी की गई? സംഗം. ചോദ്യം 44. ഹിന്ദിയിൽ ആദ്യമായി അച്ചടിച്ച് പ്രസിദ്ധീകരിച്ച പുസ്തകമെന്ന് കരുതപ്പെടുന്ന കൃതി ഏത്? ഹിന്ദി മേ പഹലി പ്രകാശിത് കിതാബ് കിസെ മാനാ ജാതാ ഹെ? ലല്ലുലാൽ രചിച്ച പ്രേം സാഗർ. ലല്ലുലാൽ की പ്രേം സാഗർ. ചോദ്യം 45. ഹിന്ദിയിലെ ആദ്യ കവിത ആരാണ് എഴുതിയത്? ഹിന്ദി की पहली कविता किसने लिखी थी? അമീർ ഖുസ്രോ. ഉണ്ണീസ് വിജയപാത ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ? എങ്കിലൊട്ടും മറക്കാതെ ഇപ്പോൾ തന്നെ ചെയ്യൂ. എല്ലാ പുതിയ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം 46. ഹിന്ദി ഭാഷയുടെ ക്രമമായ വികാസത്തിൻ്റെ ശരിയായ ക്രമം എന്താണ്? ഹിന്ദി ഭാഷ കാ ക്രമശ വികാസ് കാ സഹി ക്രം ക്യാ ഹെ? സംസ്കൃതം, പാലി, പ്രാകൃത്, അപഭ്രംശ്, ഹിന്ദി. സംസ്കൃത്, പാലി, പ്രാകൃത്, അപഭ്രംശ്, ഹിന്ദി. ചോദ്യം 47. ലോകത്തെ ഏറ്റവും കൂടുതൽ പേർ സംസാരിക്കുന്ന ഭാഷകളിൽ
ഹിന്ദിയുടെ സ്ഥാനം എത്രയാണ്? दुनिया में सबसे ज़्यादा बोलने वाली भाषाओं में हिंदी का स्थान कितना है? 5 പാഞ്ചുവാം സ്ഥാൻ. ചോദ്യം 48. ഓസ്കാർ പുരസ്കാരത്തിനായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ ഹിന്ദി സിനിമ ഏതാണ്? ഓസ്കാർ പുരസ്കാർ के लिए नामांकन की गई पहली हिंदी फिल्म कौन सी थी? മദർ ഇന്ത്യ. ചോദ്യം 49. ഹിന്ദിയിൽ എഴുതപ്പെട്ട ഭരണഘടനയുടെ യഥാർത്ഥ പതിപ്പിൽ ഭരണഘടനാ അസംബ്ലി അംഗങ്ങൾ ഒപ്പിട്ടതെന്ന്? हिंदी में लिखी गई संविधान की मूल प्रति पर संविधान सभा सदस्यों ने कब हस्ताक्षर किया था? 1950 जनवरी 2. 2 जनवरी 1950 ईस्वी को. ചോദ്യം 50. മധുശാല ആരുടെ കവിതാ സമാഹാരമാണ്? മധുശാല കവിതാ കോശ് കിസ്കാ ഹെ? ഹരിവംശ് റായ് ബച്ചൻ की. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതൽ വിജ്ഞാനപ്രദമായ കാര്യങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.